എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന്റെ ഒപ്പുവയ്ക്കൽ ചടങ്ങ് പൂർത്തിയാവുന്നതോടെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ഭീഷണിയിൽ ചെറിയൊരു ഇടവേള ഉണ്ടാവുകയും ട്രംപിന് തൽക്കാലം ഒരു ആശ്വാസമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ട്രംപ് അങ്ങേയറ്റം ഇറാന്റെ മുന്നിൽ താണ് കേണിട്ടാണ് ഇപ്പോൾ ഒപ്പുവയ്ക്കാൻ അവരെ ജനീവയിൽ എത്തിച്ചത് എന്ന് പറയേണ്ടതുണ്ട്. അതിൻ്റെ ജാള്യത ട്രംപിന് ശരിക്കുണ്ട് എന്നുള്ളതാണ് സത്യവും. ഈ കരാർ ഒപ്പുവെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നത് 60 ദിവസത്തെ കാലാവധിക്കുള്ളിൽ ഹോർമുസ് പൂർണ്ണമായും തുറന്ന് ടോളുകളില്ലാതെ അതുവഴി വരുന്ന കപ്പലുകളെല്ലാം കടത്തിവിട്ടില്ലെങ്കിൽ ചർച്ചയ്ക്ക് വന്ന ഒറ്റയൊരുത്തനെയും ഇവിടെ നിന്ന് വിടുകയില്ല, തന്നെയുമല്ല ഇറാനെ ആക്രമിക്കുകയും ചെയ്യും എന്നാണ്. ട്രംപും ഇറാൻ പ്രസിഡന്റായ പെഷസ്ക്യാൻ തമ്മിൽ ഫ്രാൻസിലെ G7 ഉച്ചകോടിയിൽ വെച്ച് ഓൺലൈനായി ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടും ലെബനോനിലെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം ഇറാൻ ഹോർമുസ് കടൽ അടച്ചതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചതും അയാൾ ഇറാനെതിരെ ഭീഷണി മുടക്കാൻ കാരണമായതും എന്ന് പറയേണ്ടതുണ്ട്. ലോകത്തിന് മുൻപിൽ ജാള്യത മറയ്ക്കാനാണ് ട്രംപ് ഇങ്ങനെ വിടുവാടിക്കുന്നതെങ്കിലും മുച്ചൂടും തോറ്റ് തുന്നം പാടി തങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് ഒരു കരാറിന് അപേക്ഷിച്ച ട്രംപ് പിന്നെയും ഭീഷണിപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടാതെ ഇറാൻ സംഘം തുടർ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. മാത്രമല്ല, അമേരിക്കൻ ചർച്ചാ സംഘത്തിനൊപ്പം ഇറാൻ സംഘം ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയോ ഈ ചർച്ചയ്ക്ക് ശേഷം നടത്തുന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്യാതെ അവർ ദേഷ്യപ്പെട്ട് ഇവിടം വിടുകയാണ് ഉണ്ടായത്. ഇയാൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ ഡയലോഗിന് അടിച്ചുകൊണ്ടിരിക്കും, ഒരു കാര്യവും നടക്കത്തുമില്ല. പറഞ്ഞതാണെങ്കിൽ തൊട്ടടുത്ത ദിവസം മാറ്റി പറയുകയും ചെയ്യും. ഇയാൾ ഓരോ ദിവസവും ഈ കവലകളിലെ ചട്ടമ്പികളെ പോലെ വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അന്തസ്സായ ഒരു കരാറിൽ ഒപ്പിടാനോ അതല്ലെങ്കിൽ ആ ഒരു രീതിക്ക് പെരുമാറണമെന്ന് ഇയാൾക്കറിയില്ല. അതാണ് സത്യം. ഇയാൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതുകൊണ്ട് വേറൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ലോകം ആകെ കൺഫ്യൂഷൻ ആകുകയാണ് ഉണ്ടാകുന്നത്. ഈ കൺഫ്യൂഷൻ നെതന്യാഹുവിനുമുണ്ട്. ഈ കരാർ എങ്ങനെ പൊളിക്കാം, ട്രംപിനെ ഈ കരാറിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാം എന്നൊക്കെയാണ് നെതന്യാഹു സ്ഥിരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് എക്കാലത്തും നെതന്യാഹുവിനെ പിന്തുണയ്ക്കുമെന്ന് കരുതിക്കൊണ്ട് അയാൾ ഇക്കാലം അത്ര ഈ കഴിഞ്ഞ ദിവസം വരെ അനേകം യൂത സൈനികർ ലെബനോനിൽ കൊല്ലപ്പെട്ടിട്ടും വീണ്ടും ഹിസ്ബുള്ളയുമായി അവിടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ട്രംപും ഈ ഇറാന്റെ പ്രസിഡന്റായ പെഷസ്ക്യാനുമായി G7 ഉച്ചകോടിയിൽ വെച്ച് ഓൺലൈൻ സൈൻ ചെയ്തതിന് ശേഷം അയാൾ ലെബനോനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഇറാനെ പ്രകോപിപ്പിച്ചതും അവർ ഉടൻ തന്നെ ഹോർമുസ് അടച്ചതിനും കാരണം. എന്നാൽ നെതന്യാഹുവിനെ വീണ്ടും കൺഫ്യൂഷൻ ആക്കിക്കൊണ്ട് ലെബനോനിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നത് തന്റെ ഭാവിക്ക് കൂടി ദോഷമാകും എന്ന തിരിച്ചറിവ് ട്രംപിനുണ്ടായപ്പോൾ ഈ ട്രംപ് നെതന്യാഹുവിന്റെ കുബുദ്ധിയെ മറികടക്കാൻ ചെയ്തത് ഇതുവരെ ലെബനോൻ പ്രശ്നം ഈ കരാറിന്റെ ഭാഗമല്ലാതെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഈ ലെബനോനെ ഇനി ഒരിക്കലും ഇസ്രായേൽ ആക്രമിക്കില്ല എന്നൊരു കരാർ കൂടി എഴുതി ചേർത്തുകൊണ്ടാണ് ഈ കരാർ ഇന്നലെ ജനീവയിൽ വെച്ച് ഒപ്പുവെച്ചിട്ടുള്ളത്. പൂർണ്ണമായും ഇറാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കരാർ ഇപ്പോൾ ജനീവയിൽ ഒപ്പുവെക്കൽ നടന്നിട്ടുള്ളത്. എന്നിട്ടും ഇറാന്റെ കലിപ്പ് തീർന്നിട്ടില്ല. അവർ പൂർണ്ണമായ സന്തോഷത്തിലല്ല പിരിഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ ഇപ്പോഴും യുദ്ധം ചെയ്യാൻ തയ്യാർ തന്നെയാണ്. ഇത് ട്രംപിനെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ അയാളുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ജനീവയിൽ വന്ന് അവർ ഒപ്പുവെച്ചിരിക്കുന്നത്. എന്നാൽ ലെബനോനിലെ ആക്രമണം മൂലം ഞങ്ങൾ ജനീവയിൽ വെച്ച് ഒപ്പുവെക്കാൻ തയ്യാറാവില്ല എന്ന് ഇറാൻ പറഞ്ഞതിന് പിന്നാലെ ഇസ്രായേൽ ജനങ്ങൾ എന്നെ ബഹുമാനിക്കുന്നത് കൊണ്ട് ലെബനോനിലെ IDFന്റെ ആക്രമണങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഈ കരാറിൽ ഇറാനെ കണ്ട് ഒപ്പുവെപ്പിച്ചിട്ടുള്ളത്. അതിനർത്ഥം ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേൽ ലെബനോനെ വീണ്ടും ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ കരാർ പൊളിയും, ഇറാൻ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കും, അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിക്കും എന്നുള്ളതാണ്. ഇതുകൊണ്ട് ട്രംപിന്റെ ഈ വാക്കുകളെ നെതന്യാഹു എങ്ങനെ മറികടക്കുമെന്ന് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നെതന്യാഹുവിനെ നേരിടാൻ ട്രംപിനേക്കാൾ നല്ലത് ഞങ്ങളാണ് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഹിസ്ബുള്ളക്കെതിരായ പൂർണ്ണമായ ഒരു തോൽവിയിലാണ് ഇപ്പോൾ നെതന്യാഹു ഉള്ളതെന്നും ഈ തോൽവിയിൽ നിന്നും അയാൾ ഇനിയും പാഠങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കുള്ള പാഠങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാമെന്നാണ് ഇറാന്റെ സൈനിക തലവനായ ഇസ്മായിൽ ഖാനി തന്നെ പറയുന്നത്. ഇനി അവർ അതിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഇസ്രായേലിന്റെ പിന്നിലുണ്ട്, ഒരിക്കലും അവരുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവർ എല്ലാം വലിച്ചെറിഞ്ഞ് ഓടുന്ന ദിവസം വരെ ഞങ്ങൾ അവരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഇസ്മായിൽ ഖാനി പറയുന്നത്. അതുപോലെ തന്നെ ലെബനോന് നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും പ്രതികാരമായി ഇറാൻ പുതിയ യുദ്ധമുഖങ്ങൾ കൂടി തുറക്കുമെന്ന് ഇറാന്റെ സൈനിക നേതൃത്വം പ്രസ്താവന നടത്തിയതോടെ ഇപ്പോൾ ട്രംപുമായി വെച്ചിട്ടുള്ള കരാറൊക്കെ അറ്റത്ത് വെറുതെ സൂക്ഷിക്കാൻ മാത്രമേ കഴിയൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും വലിയ ഫലം കാണാൻ സാധ്യത കുറവാണ്.
ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കാം. ലെബനോനിൽ ഇനിയും ഇസ്രായേൽ ആക്രമണങ്ങൾ തുടർന്നാൽ ജൂതർ ഭൂമിക്കടിയിലുള്ള അവരുടെ മാളങ്ങളിലേക്ക് തിരികെ മടങ്ങാൻ തയ്യാറായിക്കൊള്ളൂ എന്ന മുന്നറിയിപ്പാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ മുന്നറിയിപ്പ് വന്നതോടെ ഇസ്രായേലി ജനങ്ങളാകെ പരിഭ്രാന്തരാവുകയും ഉടൻ തന്നെ ലെബനോനിൽ നെതന്യാഹു ഒരു വെടിനിർത്തലിന് തയ്യാറായെങ്കിലും ലെബനോനിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണം എന്ന വാശിയിലാണ് ഇപ്പോൾ ഇറാനുള്ളത്. ഈ സൈന്യം പൂർണ്ണമായും അവിടുന്ന് പിൻവാങ്ങിയില്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന നിലപാട് തന്നെയാണ് ഇറാൻ തുടരുന്നത്. എന്നാൽ നെതന്യാഹു ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആക്രമണം നിർത്തിയപ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഇസ്രായേൽ സൈന്യം പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇറാന്റെ ആക്രമണം നേരിടാൻ ഇസ്രായേലിന് ഇപ്പോൾ കഴിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ തൽക്കാലത്തേക്ക് പിൻവലിഞ്ഞിരിക്കുന്നത് എന്നാണ്. അതിനിടെ ഇസ്രായേൽ സൈന്യം ലെബനോനെ ആക്രമിക്കുന്നതിന് പകരം ആ ദൗത്യം സിറിയ ഏറ്റെടുക്കണം എന്ന ട്രംപിന്റെ അഭിപ്രായം ഹിസ്ബുള്ളക്കെതിരെ പോരാടാൻ സിറിയ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിറിയയുടെ പ്രസിഡന്റായ അഹമ്മദ് ഷാര ട്രംപിനെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഇയാൾക്ക് യാതൊരു വിലയില്ല, ഇയാൾ ഓരോ ദിവസം ഓരോരോ അഭിപ്രായമാണ്. അവിടെയും അയാൾ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇസ്രായേൽ യുദ്ധം ചെയ്യേണ്ട, ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോഴേ കരാർ പൊളിയത്തുള്ളൂ. അതിന് പകരമായിട്ട് ഇസ്രായേലിൻ്റെ അണ്ടറിൽ നിൽക്കുന്ന സിറിയ പോയിട്ട് ഹിസ്ബുള്ളയുമായിട്ട് യുദ്ധം ചെയ്യട്ടെ എന്നാണ്. എന്നാൽ സിറിയ ഇപ്പോൾ അതിന് തയ്യാറല്ല. അവർ പറയുന്നത് ലെബനോനിലെ പ്രതിസന്ധി തീരണം എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ സൈന്യം അവരെ ആക്രമിക്കുന്നത് നിർത്തട്ടെ എന്നാണ്. തന്നെയുമല്ല, യുദ്ധത്തിലൂടെയോ നഗരങ്ങളിൽ ബോംബാക്രമണം നടത്തുന്നതിലൂടെയോ ലെബനോനിൽ ഒരു പരിഹാരമുണ്ടാകില്ല. ഇത് അവസാനിപ്പിക്കാൻ നെതന്യാഹു തന്നെ മുൻകൈയെടുക്കട്ടെ എന്നും ഷാര ഉറപ്പിക്കുന്നുണ്ട്. അതിനർത്ഥം ഷാര ഇവരുടെ കൺട്രോളിലല്ല എന്നാണ്. ഇവന്മാർ പറയുന്നത് കേട്ട് ഇനി മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. കാരണം നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും ഒക്കെ മിഡിൽ ഈസ്റ്റിലെ സ്വാധീനം കുറഞ്ഞിരിക്കുന്നു എന്ന് സിറിയയും മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇയാളിപ്പോൾ അനുസരിക്കാത്തത്. ഇപ്പം തൽക്കാലം ഞങ്ങൾ യുദ്ധമൊന്നും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്തു എന്നാണ് ഇയാളുടെ അഭിപ്രായം. പിന്നെ മറ്റൊരു വാർത്ത കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. UAE-യിൽ ഒരു അന്താരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ പങ്കെടുക്കാൻ വന്ന ഇസ്രായേലിലെ സുരക്ഷാ കൗൺസിലായ ബെന്നറ്റിന്റെ മുൻ തലവനുണ്ട്. അയാളുടെ പേര് റോണൻ ബാർ എന്നാണ്. അയാളും ഭാര്യയും കൂടി അതീവ രഹസ്യമായി UAE-യിൽ എത്തിയപ്പോൾ അയാൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അറിഞ്ഞതോടുകൂടി ഇയാൾ വന്ന വണ്ടിക്ക് തന്നെ തിരിച്ച് നേരെ ഇസ്രായേലിലേക്ക് വിടുകയാണ് ഉണ്ടായത്. UAE സംബന്ധിച്ച് അവർ വളരെ അതീവ രഹസ്യമായിട്ടാണ് ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നത്. ഇതിപ്പം ഇസ്രായേലിന്റെ കക്ഷി ആയതുകൊണ്ട് ഇസ്രായേലുമായിട്ട് ഇനി അടുത്ത സുരക്ഷാ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ് സത്യം. ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് പേടിച്ച് ഇവന്മാരെല്ലാം 4 വഴിക്ക് ഓടുകയാണ് ഉണ്ടായത്. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി UAE ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഞങ്ങൾ സുരക്ഷാ കൗൺസിൽ നടത്താൻ പ്ലാൻ പോലും ഇല്ലായിരുന്നു, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടേ ഇല്ല എന്നൊക്കെയാണ് UAE പറയുന്നത്. UAE ആകെപ്പാടെ ചമ്മിപ്പോയി എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ പോലീസിലോ പട്ടാളത്തിലോ ഒക്കെ ജോലി ചെയ്തതിന് ശേഷം അവിടുന്ന് രാജിവെക്കുക അല്ലെങ്കിൽ പെൻഷൻ പറ്റുകയൊക്കെ ചെയ്തവന്മാർ ഈ രാജ്യം വിട്ടൊന്ന് പുറത്തേക്കൊന്ന് പോകണമെന്ന് വെച്ചാൽ അവിടെ ഒന്നും പുറത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇവന്മാരുടെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടാവും. ഇങ്ങനെ വരുന്നവന്മാരെല്ലാം ചിലപ്പോൾ വെട്ടിയിലാവും തിരിച്ചു പോകുന്നത്. കാരണം ഇറാന്റെ പ്രോക്സികളുടെ കൈ അത്രയധികം വിപുലമാണ് ലോകത്തെല്ലായിടത്തും. അതിനേക്കാൾ വലിയ ഗതികേടാണ് ഈ നെതന്യാഹു മന്ത്രിസഭയിലുള്ള മന്ത്രിമാരുടെ അവസ്ഥ. ഈ നെതന്യാഹു മന്ത്രിസഭയുടെ കാലം കഴിയുന്നതോടെ ഇവന്മാരുടെ കാര്യവും കട്ട പുകയാവുകയാണ്. ഇവന്മാർക്കെല്ലാം ഇസ്രായേലിൽ കിടന്ന് തിളച്ച് മറിയാമെന്നല്ലാതെ പുറം രാജ്യം കാണാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അഥവാ ഏതെങ്കിലും ഒരുത്തൻ പുറം ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ മിക്കവാറും പെട്ടിയിലാവും തിരിച്ചുപോക്കുണ്ടാവുക. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.